ഈ ലോകത്തുള്ള എന്തിനോടും ചേർന്നു നിൽക്കാനുള്ള ഒരേ ഒരു സ്രോതസ്സാണ് സ്നേഹം. മഴ പോലെ പെയ്യുകയും വെയിലുപോലെ പരക്കുകയും ചെയ്യുന്ന സ്നേഹത്തെക്കുറിച്ച് ബൈബിളിലും പറയുന്നുണ്ടല്ലോ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മണ്ണിനാകെ നനവു പകരുന്ന മഴ പോലെയുള്ള സ്നേഹം. ജാബിർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വിവാഹിതനായതറിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തെ വിൽക്കുമോ എന്ന് ചോദിച്ചു. 40 ദിനാറിന് വിലയുറപ്പിച്ചു. ആ പണം നബി എത്തിച്ചു കൊടുത്തു. ഒട്ടകത്തെയും മടക്കിക്കൊടുത്തു. നബിക്ക് ഒട്ടകം ആവശ്യമില്ലായിരുന്നു. പക്ഷേ ജാബിർ റളിയല്ലാഹു അൻഹുവിന് പണം ആവശ്യമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായി. എങ്ങനെ? മനുഷ്യരെ അത്രമേൽ അടുക്കുമ്പോൾ അവരുടെ ആധികളെയും ആവശ്യങ്ങളെയും തിരിച്ചറിയാൻ കഴിയും. അതുപോലെ ആ വലിയ കലാകാരന്റെ സാന്നിധ്യമറിയാൻ ഒന്ന് ചുറ്റും നോക്കിയാൽ മതി. അവൻ വരച്ച ചിത്രങ്ങളാണ് ഭൂമിയിലും നമ്മുടെ ജീവിതത്തിലുമുള്ളതെല്ലാം. അള്ളാഹുവിന്റെ വർണ്ണം ആരുണ്ട് അതിലേറെ മികച്ചതൊരുക്കാൻ എന്നാണ് ഖുർആന്റെ ചോദ്യം. അവന്റെ സാന്നിധ്യം അറിയുമ്പോൾ നമുക്ക് ഈ ലോകം മുഴുവൻ ഭംഗിയുള്ളതാകും. അവൻ കൂടെ തന്നെയുണ്ടെന്ന് തിരിച്ചറിയും. ശത്രുവിന്റെ കൊടുവാളിനേക്കാൾ മൂർച്ചയുണ്ടാകണം ആ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും തോറ്റുമടങ്ങാത്ത ബദർ ആവർത്തിക്കും. സുദൃഢബോധ്യമായി വിശ്വാസം അനുഭവിക്കുമ്പോൾ ജീവിതമാകെ പടരുന്നൊരു കരുത്തുണ്ട്. അടുപ്പവും അഭിനിവേശങ്ങളും വിലയിരുത്തുമ്പോൾ ജീവിച്ചതും ജീവിക്കാമായിരുന്നതുമായ ആയുസ് തെളിഞ്ഞുവരും. വർഷത്തിലൊരിക്കൽ റമളാൻ സമാഗതമാകുമ്പോൾ ഇക്കാര്യം ഒരിക്കൽ കൂടി ഓർക്കുക. ആയുസ്സിൽ നഷ്ടമായത് തിരിച്ചുപിടിക്കാനും തിരിച്ചു കിട്ടിയത് നഷ്ടമാകാതെ സൂക്ഷിക്കാനുമാണല്ലോ റമളാൻ വരുന്നത്. അതിനാൽ ഈ തിരുവചനം ഓർക്കുക. കടലിൽ മുക്കിയെടുത്ത വിരൽ, വിരലിൽ തങ്ങിയ ഒരിറ്റു നനവ്, ആ നനവാണീ ലോകം. ബാക്കിയുള്ള കടലത്രയും വരാനുള്ള ലോകമാണ്.